أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة، ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا واحدا ليس لي رب سواه ولا ند له يدعى كالجن والصنم. يا من نلوذ به عما أحاذره، يا من ننادي اسمه في السلم والنقم. يا من نمد له في كل معضلة يد الضراعة في الإصباح والظلم. سألتك الله قصرا لا نظير له في جنة الخلد أعلى عالي القمم. الجار أحمد والأصحاب رفقته. يا ربي يا مولاي يا واسع الكرم. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള സലഫി മസ്ജിദിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സംസാരങ്ങളുടെ ഉപദേശങ്ങളുടെ സമാപന യോഗത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മഹത്തായ
വേദിയിലിരിക്കുന്ന നേതാക്കൾ, പണ്ഡിതന്മാർ, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഈ ശബ്ദം ദൂരെ നിന്നെങ്കിലും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര ശ്രോതാക്കൾ, സർവശക്തനായ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നമ്മിലെല്ലാവരിലും വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് നാം സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കെല്ലാം ഉപകാരപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഏതാനും ചില കാര്യങ്ങൾ എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നമ്മെ ഓരോരുത്തരെയും നിയോഗിച്ചിട്ടുള്ളത് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിച്ച് അവന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് ജീവിച്ച് അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് പരലോകത്ത് ഉത്തമമായ സ്വർഗലോകത്തേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങളിൽ നിരന്തരമായി വ്യാപൃതരായിക്കൊണ്ടിരിക്കുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാലാകാലങ്ങളിലായി മഹാന്മാരായ പ്രവാചകന്മാരെ അയച്ചു തന്നു. അവരുടെ എല്ലാം സമാപനം കുറിച്ചുകൊണ്ട് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമുഖത്തേക്ക് നിയോഗിതനായി മാനവ സമൂഹത്തിന്റെ മുഴുവൻ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും റഹ്മത്തായിക്കൊണ്ട് തന്നെ അയക്കപ്പെട്ട ആ പ്രവാചകന് ലോകസമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി എന്താണ് സത്യത്തിന്റെ ആദർശം എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ ഉതകുന്ന നിലക്കുള്ള മഹാ അത്ഭുതങ്ങളുടെ കേന്ദ്രമാകുന്ന പരിശുദ്ധ ഖുർആൻ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുകയുണ്ടായി. ആ മഹത്തായ പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി പഠിപ്പിച്ച് അതിന്റെ കൃത്യമായ വിവരണങ്ങളും വിശദീകരണങ്ങളും ഈ ലോകത്തെ അറിയിച്ച് അതുപോലെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഈ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുകയാണുണ്ടായത്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതുപോലെയുള്ള മഹനീയമായ കേന്ദ്രങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുദൂതരായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിച്ചിരുന്ന ഇസ്ലാമിന്റെ തനതായ ആദർശം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട് നീളെ അതിന്റെ പ്രകാശം പ്രസരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കുക, ഞാനും നിങ്ങളും കൊണ്ടു നടക്കുന്ന പവിത്രമായ പരിശുദ്ധ ഖുർആൻ എന്ന മഹനീയമായ ഗ്രന്ഥം ഇന്നെല്ലാ മുസ്ലിം വീടുകളിലും ഭക്ത്യാദരപൂർവം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹനീയമായ ആ ഗ്രന്ഥമാണ് ലോകത്ത് ഏത് കാലത്തുമുള്ള ജനതതികൾക്ക് വഴി കാണിച്ചത്. സന്മാർഗം ഏതാണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തത്, എങ്ങനെ ജീവിക്കണം, ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന് കൃത്യമായി തന്നെ അറിയിച്ചു കൊടുത്തത്. ആ നിലക്ക് ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വളരെ കൃത്യമായി ഒരു സമൂഹത്തെ നന്നാക്കിയെടുക്കാൻ ആവശ്യമായത് എന്തെല്ലാമാണെന്ന് വിശദീകരിക്കപ്പെട്ട് തന്നുകൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുത്തുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിട പറഞ്ഞിട്ടുള്ളത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ ആ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഭിസംബോധിതരായിരുന്ന ജനത
ഏറ്റവും വലിയ അധപ്പതനത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ജനത. പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞത്, ഒറ്റ വാക്കിൽ അവരെക്കുറിച്ച് പറയാവുന്നത്, وَإِن كَانُوا مِن قَبْلُ لَفِي ضَلَالٍ مُبِينٍ, വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന അർത്ഥത്തിലാണ്. ഏറ്റവും വലിയ അന്ധകാരത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പരസ്പരം കഴുത്തറുത്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരമായ മനസ്ഥിതിയുടെയും കലാപചിന്താഗതിയുടെയും സമൂഹമായി വളർന്നുകൊണ്ടിരുന്ന ഒരു ജനത. അത്തരം ഒരു കാലഘട്ടത്തിലാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന അതേ ലഫീ വലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ വലാലത്തിൽ തന്നെയായിരുന്നു ആ ജനങ്ങൾ. എല്ലാ നിരക്കുള്ള അന്ധവിശ്വാസങ്ങളും ആ സമൂഹത്തിലുണ്ട്. സർവ്വ അനാചാരങ്ങളും ആ നാട്ടിൽ കൊടികുത്തി വാഴുന്നുണ്ട്. തോന്നിവാസങ്ങളുടേതായ എല്ലാ കാര്യങ്ങൾക്കും ആ നാട്ടിൽ പ്രചാരമുണ്ട്. അത്തരത്തിൽ മനുഷ്യത്വം പോലും നശിച്ചുകൊണ്ട്, ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അപമാനഭാരം ഭയപ്പെട്ടുകൊണ്ട് ആ കുഞ്ഞിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടാൻ മാത്രം അതിനുപോലും മനസ്സ് കടുത്തുറച്ചുപോയ ഒരു വിഭാഗം ആളുകളും ജീവിച്ചിരുന്ന ഒരു കാലം. ആ നിലക്കുള്ള മലീമസമായ മനസ്സുകളുടെ ഉടമകൾ ജീവിച്ചിരുന്ന ഒരു കാലത്ത് ഈ മഹനീയമായ ഗ്രന്ഥം ജനങ്ങളുടെ മുമ്പിൽ ഓതിക്കേൾപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അതേ അവിടുത്തെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ സന്ദർഭങ്ങളുടെ തേട്ടങ്ങൾക്കനുസരിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തുകൾ നിരന്തരമായി ഇറങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇറങ്ങുന്ന വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വഹാബത്തിനെ ഓതി കേൾപ്പിക്കുന്നു. സ്വഹാബിമാരത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി കൃത്യമായി അന്ന് ലഭിക്കാവുന്ന ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഴുതി രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തനിക്ക് പല ഘട്ടങ്ങളിലായി വഹി ലഭിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ ഖുർആനിനെ സമൂഹത്തിന്റെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു കൊടുത്ത് അത് രേഖപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ട് അത് കൃത്യമായി ജനങ്ങളോട് പാരായണം ചെയ്യാൻ പറഞ്ഞ് അതിന്റെ ആശയങ്ങളെ അവർക്ക് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത് അതിന്റെ ആശയങ്ങൾ എന്താണെന്ന് ഭാഷാർത്ഥം കൊണ്ട് മാത്രം മനസ്സിലാവില്ല, അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവരണം കൊണ്ടേ സാധ്യമാകൂ എന്ന നിലക്ക് സമൂഹത്തിന്റെ മുമ്പിൽ ആവശ്യാനുസരണം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ആ സമൂഹത്തിലങ്ങ് വ്യക്തമായ നിലക്ക് പഠിപ്പിച്ച് പൂർത്തിയാക്കിയ ജനങ്ങളിൽ മാറ്റം വന്നപ്പോൾ ആ ജനങ്ങൾ അടിമുടിയതാ മാറ്റം വരികയാണ്. ഈ ഗ്രന്ഥം കൊണ്ടാണ് മാറ്റം വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അധപ്പതനത്തിന്റെ പടുകുഴിയിൽ കിടന്നിരുന്ന ഒരു സമൂഹത്തെ നന്നാക്കാൻ എന്താണ് വഴിയെന്ന് ചിന്തിക്കുന്ന ലോകം, അതേ ആധുനിക ലോകത്തുമുള്ള ജനങ്ങൾ ആലോചിക്കുന്നു. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അനാശാസ്യ പ്രവർത്തനങ്ങളിലും അരാജകത്വങ്ങളിലും അശ്ലീലങ്ങളിലും അധർമ്മങ്ങളിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് നേർവഴി കാണിക്കാൻ എന്താണ് മാർഗമെന്ന് ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പുതിയ ലോകത്തോടും അതേ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാതി അന്ന ലഹും അജ്റൻ ഹസനാ വഅന്ന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി അഅ്തദ്നാ ലഹും അദാബൻ അലീമാ. നിശ്ചയമായും ഈ ഗ്രന്ഥമതാ ഏറ്റവും ചൊവ്വായ പാതയിലേക്ക് അത് വഴി കാണിക്കുന്നു. ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണ് ഈ ഗ്രന്ഥം വഴി കാണിക്കുന്നത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല പ്രതിഫലമുണ്ട്, വലിയ പ്രതിഫലമുണ്ട് എന്ന് ഈ ഖുർആൻ അവർക്ക് അറിയിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ ഇതിലെ പ്രകാശം സ്വീകരിക്കാത്ത ഈ നിലക്കുള്ള കൃത്യമായ ഉത്ബോധനങ്ങളെ തള്ളിക്കളയുന്ന നിഷേധികളായ ആളുകൾക്ക്
അഅ്തദ്നാ ലഹും അദാബൻ അലീമാ, അവർക്ക് നാം വേദനയേറിയ ശിക്ഷ തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കേണ്ടത്, വളരെ മോശമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ഈ ഗ്രന്ഥം മുഖേന നന്നാക്കിയെടുത്തു. ഈ പരിശുദ്ധ ഖുർആനാണ് അവർക്ക് നേരിന്റെ മാർഗത്തിലേക്ക് വഴി കാണിച്ചത്. ഈ ഗ്രന്ഥമാണ് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ചത്. ഈ ഗ്രന്ഥമാണ് അനാചാരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ചത്. ഈ ഗ്രന്ഥമാണ് അശ്ലീലതകളിൽ നിന്ന്, അരാജകത്വത്തിൽ നിന്ന്, അതേ യുദ്ധക്കൊതിയിൽ നിന്ന്, കലാപക്കൊതിയിൽ നിന്ന്, അതേ ആ രൂപത്തിലുള്ള എല്ലാ ദുഷിച്ച ചിന്താഗതികളിൽ നിന്നും മാറ്റം വരുത്തി വെളിച്ചത്തിലേക്ക് നയിച്ചത് ഈ ഗ്രന്ഥമാണ്. അങ്ങനെ ഈ ഗ്രന്ഥം അവർ വായിക്കുകയും പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും അതിലെ ആശയങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഗ്രഹിക്കുകയും അതവരുടെ ജീവിതത്തിൽ അവർ നന്നായി ആലോചിച്ച് നടപ്പിൽ വരുത്തുകയും അമലിലൂടെ, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അതിന്റെ പ്രായോഗിക പ്രയോഗവൽക്കരണം അവർ നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പിന്നീടെന്താ പറഞ്ഞത്? ആദ്യം ആ ജനതയെക്കുറിച്ച് പറഞ്ഞത് ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ തന്നെ എന്നല്ലേ അവരെക്കുറിച്ച് ഖുർആൻ ആദ്യം പറഞ്ഞത്. ആ സമൂഹത്തിൽ ഖുർആനിന്റെ വെളിച്ചമങ്ങ് ചെന്നപ്പോ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങൾ അങ്ങ് ചെന്നപ്പോൾ, അവിടുന്ന് അവർക്ക് തസ്കിയത്ത് കൊടുത്തപ്പോൾ, അവിടുന്ന് ആയത്തോതി കേൾപ്പിച്ച് അതിന്റെ വിശദ വിവരങ്ങൾ അവരെ കൃത്യമായി ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം എന്ന നിലക്ക് ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന വിശദീകരണങ്ങളൊക്കെ നൽകിക്കൊണ്ട് നന്നാക്കിയെടുത്തപ്പോൾ വ്യക്തമായ വഴികേടിൽ എന്ന് പറയപ്പെട്ട സമൂഹം പിന്നെ ആരായി മാറി? അതേ ഖുർആൻ തന്നെ ആ ജനതയെ വിശേഷിപ്പിക്കുന്നു. കുന്തും ഖൈറ ഉമ്മാ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമുദായമാണ് നിങ്ങൾ, ഉത്തമ സമുദായമാണ് നിങ്ങൾ. അതേ ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ള ഉത്തമ സമുദായമാണ് നിങ്ങൾ. നിങ്ങൾ ജനങ്ങളോട് നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുന്നു, ദുരാചാരങ്ങളെ തൊട്ട് നിങ്ങൾ ജനങ്ങളെ തടയുന്നു, വിലക്കുന്നു. ഈ നിലക്കുള്ള പ്രത്യേകമായ വിശേഷണങ്ങൾക്ക്, സർട്ടിഫിക്കറ്റുകൾക്ക് ഈ മഹാന്മാരായ സഹാബികൾ യോഗ്യരായി എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ശ്രോതാക്കളോടും എന്നോടെന്ന പോലെ എനിക്ക് വളരെ വിനീതമായി ഉണർത്താനുള്ളത്, എത്ര കടുത്തുറച്ച മനസ്സാണെങ്കിലും, എത്രമാത്രം മോശപ്പെട്ട അന്ധവിശ്വാസിയാണെങ്കിലും, എത്ര മോശപ്പെട്ട ചിന്താഗതിക്കാരാണ് ജനങ്ങളെങ്കിലും അവരെക്കുറിച്ച് പ്രതീക്ഷ കൈവിടേണ്ടതില്ല, നിരാശ വേണ്ട. പടച്ച റബ്ബ് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഈ വിശുദ്ധ ഗ്രന്ഥമാകുന്ന നൂറ് അത് എത്തിക്കേണ്ട വിധം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്താൽ, അത് ജനങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അതല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ അവർക്കതാ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നു, എന്നിട്ടോ അവരെ സംസ്കരിച്ചെടുക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ്, അതേ പരിശുദ്ധമായ ഗ്രന്ഥം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ ഗ്രന്ഥം മനസ്സിലാക്കാൻ ആവശ്യമായ വേറെ ഏതൊക്കെ സഹായകരമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം അൽ ഹിക്മ എന്നതിൽ ഉൾക്കൊള്ളുന്നു. അതും അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അതേ വളരെ മോശമായിരുന്ന ഒരു സമൂഹത്തെ അവിടുന്ന് നന്നാക്കിയെടുക്കുന്നു. ഇതാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഭക്ത്യാദരപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യുന്ന അതേ നൂറുകണക്കിന് കോപ്പികൾ മുസ്ലിം സമൂഹം ജീവിക്കുന്നിടത്തെല്ലാം നിറഞ്ഞു കിടക്കുന്ന അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളുടെ കേദാരവും കേന്ദ്രവുമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പരിശുദ്ധമായ ഗ്രന്ഥം, ഇതിന്റെ വക്താക്കളായ ആളുകൾ ഇതിനോട് ഇടപെടേണ്ട നിലക്കാണോ ഇടപെടുന്നത്? നമ്മൾ ആലോചിക്കണം. ഒരു സമൂഹത്തിന് പരിശുദ്ധ ഖുർആൻ അവതീർണമായപ്പോൾ ആ സമൂഹം ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഉയർന്നത് എന്ന് ഞാനും നിങ്ങളും പഠിക്കണം. അവർ ഈ ഗ്രന്ഥം കേവലമായ ഒരു വോട്ടിന് വേണ്ടി മാത്രം ഉപയോഗിച്ചില്ല.
അർത്ഥമറിയാതെ കേവലം ഖുർആൻ ഓതിയാലും കൂലിയില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഖുർആനിന്റെ ഒരക്ഷരത്തിന് 10 നന്മയുണ്ട്. അത് അർത്ഥമറിഞ്ഞു ഓതിയാലും അർത്ഥമറിയാതെ ഓതിയാലും പുണ്യമുണ്ട്. പക്ഷേ അങ്ങനെ അർത്ഥമറിയാതെ ഓതി തീർക്കാൻ വേണ്ടിയാണോ ഈ ഗ്രന്ഥം അല്ലാഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്? അങ്ങനെയല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ ഗ്രന്ഥത്തെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അതെ, ഈ മുബാറക്കായ ഗ്രന്ഥം, ഈ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഗ്രന്ഥം ഇതെന്തിനു വേണ്ടിയാണ്? ലിയദബ്ബറൂ ആയാതിഹി, അതിലെ ആയത്തുകളെ അവർ ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പൊ മഹാന്മാരായ സ്വഹാബത്ത് ചെയ്തതെന്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അവര് പരിശുദ്ധമായ ഖുർആൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ടു. അവര് പാരായണം പഠിച്ചു. കഴിയുന്നത്ര അവര് ഹിഫ്ളാക്കി, മനഃപ്പാഠമാക്കി. അതുകൊണ്ടും അവസാനിച്ചില്ല. അവർക്കൊരായത്ത് കേട്ടാൽ സഹാബിമാരുടെ പതിവെന്താണ്? ഞങ്ങളൊരു 10 ആയത്ത് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ 10 ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കൊണ്ടുവന്നിട്ടല്ലാതെ പുതിയവരായത്ത് ഞങ്ങൾ പഠിക്കാറില്ല. കേൾക്കുന്നതും മനഃപ്പാഠമാക്കുന്നതും അവരുടെ ജീവിതത്തിലുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും ഇല്ലാതെ പോയതും അതാണ്. കേൾക്കുന്നതൊന്ന്, പഠിക്കുന്നതൊന്ന്. കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ അവിടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നു. പക്ഷേ അമല് കൊണ്ടതിനോട് കൂറ് കാണിക്കുന്നില്ല. ജീവിതത്തിൽ അതിന്റെ പ്രയോഗവൽക്കരണം കാണാനില്ല. അത്ഭുതങ്ങളുടെ ഗ്രന്ഥമായ ഖുർആനിന്റെ അനുയായികളാണ് ഞങ്ങളെന്ന് മേനി പറയുമ്പോൾ ആ ഗ്രന്ഥമനുസരിച്ചുള്ള കുടുംബജീവിതം നമ്മുടെ വീടുകളിലില്ല. ആ ഗ്രന്ഥമനുസരിച്ചുകൊണ്ടുള്ള ബിസിനസ് ഇടപാടുകൾ നമ്മുടെ ഈ ബിസിനസിന്റെ മേഖലയിൽ കാണുന്നില്ല. ആ ഗ്രന്ഥമനുസരിച്ചുകൊണ്ടുള്ള സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നില്ല. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ മാതാപിതാക്കളോടുള്ള ബഹുമാനമില്ല. ഭാര്യാഭർത്താക്കൾ തമ്മിലുള്ള ബന്ധം ആ നിലക്ക് നിലനിൽക്കുന്നില്ല. മക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നില്ല. ഗുരുവര്യന്മാരും ശിഷ്യന്മാരും തമ്മിലെ ബന്ധം നിലനിൽക്കുന്നില്ല. അയൽക്കാരും നാട്ടുകാരും ഒരുപാട് സമൂഹത്തിലെ ഒരുപാട് മതങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ അതേ എങ്ങനെ സൗഹാർദ്ദത്തോടെ ജീവിക്കണം എന്നതിന്റെ കൃത്യമായ വിവരണങ്ങൾ ഖുർആൻ ഒരു ഭാഗത്ത് പറയുമ്പോൾ അതെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റൊരു വേദിയിലേക്ക്, മറ്റൊരു മാർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അതേ അടിമുടി എങ്ങനെയാണ് ഖുർആൻ നന്നാകാൻ പറഞ്ഞതെങ്കിൽ ആ മേഖലയിലെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അധ്യാപനങ്ങളെ അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് ഖുർആനിന്റെ അനുയായികൾ പോലും ജീവിക്കുന്നു. ഇതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ട് എന്ത് ചെയ്യണം? മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ്, അതേ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ, മദീനയിൽ ജീവിച്ച് അവിടെ തന്നെ മരിക്കാൻ കൊതിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ ഹദീസുകൾ ലോകത്തിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അൽ മുവത്ത എന്ന പേരിലുള്ള മഹനീയമായ ഹദീസ് ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവായ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞു, ഈ സമുദായത്തിന്റെ ആദ്യ കാലക്കാരി എന്തൊന്നുകൊണ്ടാണോ നന്നായതെങ്കിൽ അതുകൊണ്ടല്ലാതെ ഈ ഉമ്മത്തിന്റെ അവസാനവും നന്നാവില്ല. ആദ്യകാലക്കാര് നന്നായത് എന്തുകൊണ്ടാണോ അതുകൊണ്ടല്ലാതെ ഈ സമുദായത്തിന്റെ അവസാനവും നന്നാകില്ലെന്ന് പറഞ്ഞാൽ എനിക്കെന്നോടും എന്റെ മുഴുവൻ ശ്രോതാക്കളോടും പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിന്റെ അനുയായികളെ നാം വളരെ മേനി പറയുന്നു, നമ്മൾ അഭിമാനിക്കുന്നു. ലോകത്തൊരുപാട് ചിന്തകന്മാർക്ക്, ബുദ്ധിജീവികൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വഴിയൊരുക്കിയ ഈ മഹത്തായ ഗ്രന്ഥം നമ്മൾ കൈകാര്യം ചെയ്തിട്ട് അതേ ദൂരദിക്കുകളിലും അന്യമതസ്ഥരുമായ ചിന്തകന്മാരും ബുദ്ധിജീവികളും വരെ ഇതിന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി കടന്നു വരുമ്പോൾ പാരമ്പര്യമായി ഈ ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്ന മുസ്ലിമേ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ മേഖലകളിൽ, നമ്മുടെ പ്രവർത്തന രംഗത്ത്, നമ്മുടെ വിശ്വാസാചാരാനുഷ്ഠാന മേഖലകളിൽ എന്തൊരു മാറ്റമാണ് ഈ ഗ്രന്ഥമുണ്ടാക്കിയത്. ചിന്തിക്കണം, ആലോചിക്കണം. മഹാന്മാരായ സ്വഹാബത്ത് ഖുർആൻ ഓത്തുപഠിച്ചു, അത് മനഃപ്പാഠമാക്കി നിയമമനുസരിച്ചുകൊണ്ട് തന്നെ അവരോധി പഠിച്ചു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഓതി കേൾപ്പിച്ചതെങ്കിൽ
ആ ഓതിക്കേട്ട രൂപത്തിൽ നിന്ന് ആവിഷ്കരിച്ചെടുത്തതാണ് ഇന്നത്തെ തജ്വീദിന്റെ നിയമങ്ങൾ. അതേ തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതണ്ടേ. വല്ലഹുദു ബിത്തജ്വീദി ഹത്മുൻ ലാസിമു മല്ലം യുജവ്വിദിൽ ഖുർആന ആസിമു ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസലാ വഹകദാ മിൻഹു ഇലൈനാ വസലാ. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ വലിയ ഭക്തി ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഗ്രന്ഥമാണ്. അത് വായിക്കുന്നത് ശ്രദ്ധയോടെ വേണം. അത് വായിക്കുന്നത് വേറെ ഏതെങ്കിലും ഗ്രന്ഥം വായിക്കുമ്പോൾ മറ്റെവിടേക്കെങ്കിലും ശ്രദ്ധ കൊടുത്തുകൊണ്ടല്ല. അത് വളരെ ഭക്ത്യാദരപൂർവമാണ് പാരായണം ചെയ്യപ്പെടേണ്ടത്. അതിന്റെ നിയമങ്ങളനുസരിച്ച് ഓതണം. അക്ഷരങ്ങളോട് പാലിക്കണം. അറബി ഭാഷയിലെ അക്ഷരങ്ങൾക്ക് ഓരോന്നിനും അത് ഉച്ചരിക്കേണ്ട നിയമങ്ങളുണ്ട്. ആ ഉച്ചാരണ ശുദ്ധി പാലിച്ചിട്ടില്ലെങ്കിൽ അക്ഷരഭേദം വരുന്നു എന്ന് മാത്രമല്ല, ആശയഭേദവും അർത്ഥഭേദവും വരുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് സംഭവിക്കുക. അതുകൊണ്ട് എന്റെ ശ്രോതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ ഗ്രന്ഥവുമായി നിങ്ങൾ വലിയ ബന്ധം പുലർത്തണം. ഇതിന്റെ പാരായണം നന്നായി പഠിക്കണം, കഴിയുന്നത്ര മനഃപ്പാഠമാക്കണം. അതിന്റെ അർത്ഥവും ആശയവും അതേ സ്വഹാബത്ത് ഗ്രഹിച്ചതുപോലെ, മുൻഗാമികൾ ഗ്രഹിച്ചതുപോലെ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും, ഞാനൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഞാൻ ഒരുപാട് ഖുതുബകൾ കേൾക്കുന്നയാളാണ്, ഞാൻ ഒരുപാട് മൗലവിമാരുടെ പ്രസംഗങ്ങൾ കേട്ടതാണ്, പാരമ്പര്യം പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ആ കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങളെ ജീവിതത്തിൽ അങ്ങ് നന്നായി കൊണ്ടുവന്നുകൊണ്ട് വാക്കും പ്രവൃത്തിയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന അതേ ഖുർആൻ താക്കീർ നടത്തിയ കാര്യം നമ്മിലില്ലാതെയാവണം. അത് ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. വിശ്വാസികളെ, നിങ്ങളെന്തിന് നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുന്നു? നിങ്ങൾ ചെയ്യാത്തത് നിങ്ങളെന്തിന് പറയുന്നു? അല്ലാഹുവിന്റെ അടുക്കൽ കോപത്താൽ അതികഠിനമായ സംഗതിയാണ് നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറഞ്ഞു നടക്കൽ. ആ ഒരവസ്ഥയില്ലാതെ ഈ മഹനീയമായ ഗ്രന്ഥവുമായി ശരിക്കുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് ജീവിച്ചാലല്ലാതെ ഈ സമൂഹം നന്നാവില്ല. ഈ ഒരു വലിയ ആശയമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അതേ കേരളക്കരയിൽ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുട്ടിൽ ആണ്ടുകിടന്നിരുന്ന ഒരു സമൂഹത്തോടും പണ്ടേ പറഞ്ഞത്. കേരളത്തിന്റെ ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഈ ഗ്രന്ഥവുമായിട്ട് എന്തു ബന്ധമാണ് നമ്മുടെ പൂർവീകർക്കുണ്ടായിരുന്നത്? നമ്മുടെയൊക്കെ വീടുകളിലതാ പഴയ കാലത്ത് പ്രായം ചെന്ന ആളുകൾക്കറിയില്ലേ, ഇശാ മഗ്‌രിബിനിടയിൽ പാരായണം ചെയ്യപ്പെട്ടിരുന്ന ഈ പരിശുദ്ധ ഖുർആനായിരുന്നുവോ പാരായണം ചെയ്യപ്പെട്ടിരുന്നത്? ഖുർആൻ ഓത്ത് എന്ന് പറയുന്ന സമ്പ്രദായം അത് വളരെ അപൂർവമായിട്ടൊരു വീട്ടിൽ നടക്കുന്നത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്. അത് തന്നെയും അതിന് ചില കൂലിക്കാരെ നിശ്ചയിക്കലാണ്. ഇനി കുറച്ചൊക്കെ ഒരു സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണെങ്കിൽ അവർ സ്വന്തം ഓതാതെ അതിന് ചില കൂലിക്കാരെ വീടുകളിൽ നിശ്ചയിക്കും. ഇങ്ങനെ ഖുർആൻ ഓദിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങനെ ചിലത് മാത്രം ചിലയിടങ്ങളിൽ ഒതുങ്ങി നിന്നു. മഹാഭൂരിപക്ഷത്തിന്റെയും വീടുകളിൽ ഇശാ മഗ്‌രിബിനിടയിൽ വളരെ ഭക്ത്യാദരപൂർവ്വം, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാര് സ്ത്രീകള് വളരെ ശ്രദ്ധയോടുകൂടി അവർ മനഃപ്പാഠമാക്കിയിരുന്നത് മാലപ്പാട്ടുകളാണ്, കുപ്പിപ്പാട്ടുകളാണ്, പക്ഷിപ്പാട്ടുകളും കുറത്തിപ്പാട്ടുകളുമാണ്. അതായിരുന്നു വലിയ ആദരവോടുകൂടി പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. ആനന്ദത്തിന് വേണ്ടി, രസത്തിന് വേണ്ടി, ഭക്തിക്ക് വേണ്ടി, ജീവിതത്തിന്റെ ഒട്ടേറെ വിഷമങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരമായി കൊണ്ടൊക്കെ അന്ന് കൃത്യമായ ചികിത്സയായി നിശ്ചയിക്കപ്പെട്ടു കൊടുത്തിരുന്നത് ഈ പാട്ടുകളാണ്. എത്രത്തോളം എന്നാൽ ഒരു സമൂഹത്തിൽ ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ, അതേ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് കൃത്യമായി പാരായണം ചെയ്യുകയും മനഃപ്പാഠമാക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യേണ്ടതിന് പകരം നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു കാലഘട്ടത്തിൽ ആ ഗ്രന്ഥവുമായുള്ള അത് പഠിക്കുന്നതും
അത് ശരിക്കതിന്റെ ആശയം ഗ്രഹിക്കുകയും ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിക്കൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല സമൂഹങ്ങളിൽ നല്ലൊരു വിഭാഗം ആളുകൾ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ നിന്ന് മാറിക്കൊണ്ട് അവർ മനഃപ്പാഠമാക്കിയതും അവർ പാരായണം ചെയ്യാൻ ശ്രമിച്ചതും അവർ വളരെയേറെ ബഹുമാനത്തോടുകൂടെ കണ്ടതും പിൽക്കാലത്തുള്ള ഏതൊക്കെയോ ആളുകൾ എഴുതിക്കൂട്ടിയുണ്ടാക്കിയിട്ടുള്ള പാട്ടുകളും കവിതകളും മാലപ്പാട്ടുകളുമൊക്കെയായിരുന്നു എന്നതാണ്. എത്രത്തോളം ഞാൻ പറഞ്ഞു വെച്ചത്, ഒരു വീട്ടിലേക്ക് ഒരു പെണ്ണിനെ വിവാഹമന്വേഷിച്ചു കൊണ്ടുവന്നാൽ ആ വധുവിനുള്ള ഇസ്ലാമികമായ ക്വാളിറ്റി, വധുവിന്റെ ഇസ്ലാമികമായ ഇൽമ് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചിരുന്നത് എന്താ, നിനക്ക് ഖുർആൻ അറിയാമോ എന്നല്ല, നിനക്കെത്ര സൂറത്ത് മനഃപ്പാഠമുണ്ട് എന്നല്ല, നിസ്കരിക്കാനും ഇസ്ലാമിന്റെ നിയമാവലികളും അറിയാമോ എന്നല്ല, മറിച്ച് പെണ്ണേ മാല പാടാൻ അറിയാമോ, തെറ്റുകൂടാതെ മാല ചൊല്ലാൻ അറിയാമോ, ആ രൂപത്തിലുള്ള മാലപ്പാട്ടുകൾ അത് മനഃപ്പാഠമുണ്ടോ, അത് ചൊല്ലാൻ അറിയാമോ എന്നതായിരുന്നു ഒരു പെണ്ണിന്റെ യഥാർത്ഥത്തിലുള്ള ഇൽമിന്റെ മാനദണ്ഡമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം. ഇത് ഞാൻ വെറുതെ ഒരാരുടെയെങ്കിലും പേരിൽ ആരോപിക്കുന്നതല്ല. ഇന്ന് സമൂഹത്തിൽ മാലപ്പാട്ടുകളെ ഈ സമൂഹത്തിലേക്ക് വീണ്ടും വീണ്ടും പ്രചാരപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾ അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ അവർ സമ്മതിച്ച യാഥാർത്ഥ്യമാണ്. ഒരു കാലഘട്ടത്തിൽ പെണ്ണന്വേഷിച്ച് ചെല്ലുമ്പോൾ പെണ്ണിനെ വിവാഹം കഴിക്കണോ എന്നതിന്റെ മാനദണ്ഡമായിക്കൊണ്ട് അവൾക്ക് മാല പാടാൻ അറിയാമോ, തെറ്റുകൂടാതെ അത് ചൊല്ലാനറിയാമോ, എങ്കിൽ അവൾ യഥാർത്ഥത്തിലുള്ള മുസ്ലിം വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കപ്പെടുകയും കല്യാണം കഴിക്കുകയും ചെയ്തിരുന്ന ഒരു തലമുറ അതേ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇത് വളരെ ഭക്ത്യാദരപൂർവ്വം പാരായണം ചെയ്തു എന്ന് മാത്രമല്ല, അത് പാരായണം ചെയ്യുമ്പോൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വളരെ കൃത്യമായി ഈ സമൂഹത്തോട് ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞു, ജനങ്ങളെ, ഇതല്ല നിങ്ങൾ പഠിക്കേണ്ടത്, ഇതല്ല നിങ്ങൾ പാരായണം ചെയ്യേണ്ടത്, ഇതല്ല നിങ്ങൾ മനഃപ്പാഠമാക്കേണ്ടത്, മറിച്ചതാ മുൻഗാമികളായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി തെരഞ്ഞെടുത്തതും അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിലേക്ക് വരൂ ജനങ്ങളെ എന്ന് പറഞ്ഞ് സാധാരണക്കാരായ പൊതുജനങ്ങളെ വരെ ഇസ്ലാമികമായി ഖുർആൻ പഠിപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് കേരളത്തിൽ തുടങ്ങിവെച്ചു. ഖുർആൻ ക്ലാസുകൾക്ക് അവർ തുടക്കം കുറിച്ചു. അതേ, അന്ന് പല വീടുകളിലും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം കഴിഞ്ഞ് വൈകുന്നേരമുള്ള നേരങ്ങളിലുമൊക്കെ അതേ വിരലിലെണ്ണാവുന്ന ആളുകൾ കൂടിയിരുന്നു കൊണ്ട് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരവർക്ക് ഖുർആൻ ഓതിക്കൊടുത്ത് അവിടുന്ന് അങ്ങോട്ട് തുടക്കം കുറിച്ച് ഈ മഹനീയമായ ഗ്രന്ഥത്തിനതാ ഒരു ജനകീയമായ അംഗീകാരമുള്ള കാലത്തേക്ക് മാറ്റിയെടുക്കുന്നു. അന്ന് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് ഖുർആൻ പഠിക്കേണ്ടതാണ്, അത് പഠിപ്പിക്കപ്പെടേണ്ടതാണ്, സാധാരണക്കാരും അറിയേണ്ടവരാണ്, അതിൽ നിന്നാണ് മാർഗദർശനം ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ക്ലാസ് തുടങ്ങിയപ്പോൾ അതേ മൗലവിമാരെ ഖുർആൻ ഇതാ ക്ലാസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് ഖുർആൻ ക്ലാസ്സിലാക്കുന്നു എന്ന രൂപത്തിൽ ഖുർആൻ ക്ലാസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുക പോലുമുണ്ടായി. പരിഹാസങ്ങളെ നമ്മുടെ പണ്ഡിതന്മാർ ഗൗനിച്ചില്ല. പരിഹാസം കേട്ടുകൊണ്ട് ദീനീ രംഗത്ത് നിന്ന് മാറി നിന്നാൽ പിന്നെ ഈ ലോകത്ത് ദീന് വളരുമോ? നമ്മുടെ മുൻഗാമികൾ ഒട്ടേറെ പീഡനങ്ങൾ അനുഭവിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ അവർ കേട്ടു, ഒരുപാട് പരിഹാസങ്ങളെ അവർ സ്വീകരിച്ചു. അതേ, അവര് മുന്നോട്ട് പോയി. ഈ സമൂഹത്തിന് മനസ്സിലായി പരിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതുണ്ട്. ആ സമയത്തും നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളതാ മലയാളത്തിൽ തന്നെ പുസ്തകങ്ങൾ എഴുതിവിട്ടു. പരിശുദ്ധ ഖുർആൻ സാധാരണ ജനങ്ങൾ അതിൽ നിന്ന് ഒരായത്തിന്റെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല.
ഓതൽ നിർബന്ധമായതുപോലും സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനും പൊതുജനങ്ങളുമായുള്ള ബന്ധം ഇത്രയൊക്കെ വേണ്ടോ? അത് പണ്ഡിതന്മാരെന്ന് പറയുന്ന ചിലരൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവർ പറയുന്നതങ്ങ് കേൾക്കുകയല്ലാതെ നിങ്ങളതിലേക്ക് വന്നാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് പൊതുജനത്തിന് തിരിയാത്ത ഗ്രന്ഥമാണ്, അത് വലിയ വലിയ ആളുകൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഭാഗം പണ്ഡിതന്മാരതാ സമൂഹത്തെ മാറ്റിമറിപ്പിച്ചപ്പോൾ ഇസ്ലാമി പ്രസ്ഥാനം പാടുപെട്ടുകൊണ്ട് പിന്നെയും ഈ അധ്വാനത്തിൽ ഉറച്ചു നിന്നു. അപ്പോഴും അതാ സമൂഹത്തിന് ഇവർ പഠിപ്പിച്ചു കൊടുത്തോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് അതേ ഖുർആനാണെന്ന് പറയേണ്ടതിന് പകരം ആലപ്പാട്ടുകളായി മാറി. മാത്രമല്ല നമ്മുടെയൊക്കെ വീടുകളില്ലതാ പഴയ കാലത്ത് സ്ത്രീകളായിരുന്നു ഇതിന്റെ പാട്ടുകാരിൽ അധികവും. എന്താ കാരണം? അവരുടെ നേറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എവിടെയും അവർ കാണുന്നില്ല. അവരുടെ ഒട്ടേറെ സ്വകാര്യമായ അവരുടെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം ഈ മാലകൾ പറയുന്നുണ്ട്. പേരിന്റെ നോവാൽ ഇടങ്ങേറാണയൂകിൽ ഭേദം വരുത്തി പേറിക്കും മതന്നോവറി. മഞ്ഞക്കുളം ഹുസൈൻ എന്നവരുടെ പേരിൽ രചിക്കപ്പെട്ടിട്ടുള്ള മഞ്ഞക്കുളം മാല നമ്മുടെ വീടുകളിൽ ഉമ്മതങ്ങന്മാര് പാടി. അതുകൊണ്ടും തീർന്നില്ല. ഏറെ മികന്തുള്ള പേച്ച് വരുത്തത്തിൽ ഇന്ത സഹബികൾ പേരീനെ ഓതുകിൽ കുറിമുടിയും മൂലം വള്ളാത്തന്നിന്ന് കുട്ടി വീറക്കലീനില്ല ചക്കന്നോവറി. അങ്ങനെ പ്രസവവേദന വന്നു കഴിഞ്ഞാൽ ചൊല്ലാനുള്ള ബദറുമാലയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രശ്നം വന്നാൽ പേറ്റുവേദന ഇളകിക്കഴിഞ്ഞാൽ എന്ന് പെണ്ണുങ്ങളോട് പറയുന്നത് അതേ കാശ് നേർച്ചയാക്കിക്കോ, നാണയം നേർച്ചയാക്കിക്കോ, ഉറുപ്പിക നേർച്ചയാക്കിക്കോ. അതേ അതിന്റെ സ്പെഷ്യലിസ്റ്റായിക്കൊണ്ട് അതേ മുസ്ലിയാക്കന്മാര് തന്നെ പരിചയപ്പെടുത്തുന്ന അവരുടെ മാസികകളിലൂടെ തന്നെ അവർ എഴുതിവിട്ടിട്ടുള്ള അതേ പ്രസിദ്ധമായ നഫീസത്ത് മാല അതൊക്കെ പാരായണം ചെയ്ത പെണ്ണുങ്ങൾ ഒരു മനസ്സിലാക്കി. നിജമ പേറ്റിന്നോവതിയിൽ കുട്ടി തലയാടിത്തേ നത്ത ദുഃഖം ബുക്ക് രണ്ട് നാണയം എടുത്തേ മജയുടെ ബി പേരിൽ നേർച്ച കൂറി കൈമേൽ കെട്ടി വേളയിൽ പീറന്തു നല്ല യോഗിതത്തിൽ കുട്ടി. വേദന വരുന്ന ഉമ്മമാരോട് അതേ ഉപദേശിച്ചുവെന്ന് രണ്ട് നാണയം എടുത്തോ, മിസ്രിൽ മറവിട്ട് കിടക്കുന്ന നഫീസത്ത് ബീവിയുടെ പേരിൽ നേർച്ചയാക്കിക്കോ. എന്നിട്ട് ആ ഉറുപ്പിക നാണയം കൈമേരി കെട്ടിയപ്പോൾ വേളയിൽ പീറന്തു നല്ല യോഗിതത്തിൽ കുട്ടി. അതേ അന്ന് പ്രസവത്തിന് വേണ്ടി ഏറ്റവും വലിയ കാര്യമായി കൊണ്ടു നടന്നത് നഫീസത്ത് മാലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ എന്തിന് മനുഷ്യൻ ഖുർആനിലേക്ക് അടുക്കണം എന്നാണ് അവർ ചിന്തിച്ചത്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒറ്റമൂലിയായി ഇത്തരം മാലപ്പാട്ടുകൾ അറിയപ്പെട്ടു. ഏതു പ്രശ്നമുണ്ടോ അതിനൊക്കെ പരിഹാരം ഈ മാലയാണെന്ന് പറയപ്പെട്ടു. ഇന്നത്തെ തലമുറയ്ക്ക് ഇത് കേൾക്കുമ്പോൾ പുച്ഛം തോന്നുകയാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളതിന്റെ ആളുകളല്ല എന്നൊക്കെ പറയുമെങ്കിലും അതേ പണ്ടുകാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളോട് ചരിത്രബോധത്തോടെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. എന്തിനും വീടുകളിൽ പരിഹാരം മാലയായിരുന്നു. പാട്ടം വരുന്നോരിൽ നെറ്റിത്തരും മാല തെറ്റാമുസീബത്തെ നീക്കുന്ന നന്മാല മാട്ടും സിഹിറിനെ മാറ്റും മണിമാല മന്ദം ഇടങ്ങേറുകൾ തീർക്കും മണിമാല. ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഏത് വിഷയങ്ങളിലും നിങ്ങൾക്ക് ഈ മാലയാണ് പരിഹാരമെന്ന് ഈ സമൂഹത്തോട് പഠിപ്പിച്ചു. ഏത് ഇടങ്ങേറിലും നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചോ എന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ വിളിക്കേണ്ടത് മഹാത്മാക്കളെയാണ്. അവരോടാണ് സങ്കടം പറയേണ്ടത്. അവരതാ നിങ്ങളെ രക്ഷിക്കാൻ ഓടിയെത്തും എന്ന് പഠിപ്പിച്ചു. എന്ത് വിഷമഘട്ടത്തിലും അതിനു വേണ്ടി പ്രേരിപ്പിച്ചു. എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് മാല പരിഹാരമായി പറഞ്ഞു. നാഗം കടിക്കുവാൻ വരുമ്പോൾ നാമത്തെ
നവലൂകിൽ കൊത്താതെ ഓടുന്നതെന്നോവർ. മഞ്ഞക്കുളം മാലയിൽ പഠിപ്പിച്ചു, പാമ്പ് കടിക്കാൻ വരുന്ന നേരത്ത് ഓ ഹുസൈൻ എന്നവരെ എന്ന് മഞ്ഞക്കുളം ഹുസൈൻ എന്നവരെ പേരങ്ങ് പറഞ്ഞാൽ പാമ്പങ്ങ് കൊത്താതെ തിരിഞ്ഞോടും എന്ന് മാലയിൽ പഠിപ്പിച്ചു. ദാഹം വീശപ്പോ കൊടുമ തളർച്ചയോ തടിയിൽ മറലോതിൻ ശൈത്താൻ ചതിയാലോ ദേഹം വലഞ്ഞോരി പേരിനെ ചൊല്ലുകിൽ തീരും മുനമേ ശിഫയാകും എന്നോവർ. ദാഹത്തിന്, വിശപ്പിന്, തളർച്ചക്ക്, തടിയിൽ വരുന്ന രോഗങ്ങൾക്ക്, ജിന്നിന്, ശൈത്താനിന്റെ ചതിക്ക്, ദേഹം വലഞ്ഞവര്, ഇവരൊക്കെ എന്ത് ചെയ്യാൻ മതി? ഈ പേരെന്ന് പറഞ്ഞാൽ പിന്നെ തീരും മുനമേ ശിഫയാകുമെന്നോവർ. അതെ, അത്രത്തോളം ഈ സമൂഹത്തെ ഇതിലേക്ക് ആകർഷിച്ചു. ഇനിയോ മനുഷ്യന്റെ വലിയ പ്രശ്നമല്ലേ സാമ്പത്തിക പരാധീനത, കടബാധ്യത എന്ന് പറയുന്നത് ചിന്തിക്കാനാകുമോ? അല്ലൽ മീകന്റെ കാടത്തിലകപ്പെട്ടോർ അസ്മാഊരത്താൽ കാടം വീടും എന്നോവർ. കടം കൊണ്ട് വലഞ്ഞ മനുഷ്യനതാ ഇവരുടെയൊക്കെ പേരുകളങ്ങ് പറഞ്ഞാൽ, ഇവരുടെയൊക്കെ പേരുകളങ്ങ് മന്ത്രിച്ചു കഴിഞ്ഞാൽ, അതങ്ങ് ഉരുവിട്ട് കഴിഞ്ഞാൽ കടം വീടുമെന്നല്ലേ പഠിപ്പിച്ചത്. അതേ അവസരത്തിൽ മഹാന്മാരായ സ്വഹാബാ കിറാം വിഷമങ്ങൾ വന്നാൽ, ദുരിതങ്ങൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തോട് എന്താ പറഞ്ഞിരുന്നത്? ബുദ്ധിമുട്ട് വരുമ്പോൾ, വിഷമം വരുമ്പോൾ അവിടുന്ന് ദുആഉൽ കർബ് ചൊല്ലാൻ വേണ്ടി പറയുന്നു. വിഷമം വരുമ്പോ മുസ്ലിമീങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്റെ പേര് പറഞ്ഞോ എന്നല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ വലിയ ഒരു മഹാൻ ഈ ലോകത്ത് വന്നിട്ടുണ്ടോ? ഇനി വരാനുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നീറുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സഹാബത്ത് വിഷമിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, വിഷമങ്ങൾ എത്രത്തോളം വരുമ്പോഴും തൗഹീദ് മറക്കണ്ട. കാരണം മനുഷ്യന് വിഷമം വരുമ്പോഴാണ് പലപ്പോഴും അള്ളാഹുവിനോട് മറക്കാറുള്ളത്. ധാരാളം അള്ളാഹിനോട് ചോദിച്ചു നോക്കി ഫലമില്ലെന്ന് വരുമ്പോ മറ്റിടങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സ് പതറിപ്പോകാൻ കാരണമാകുന്ന നേരമാണല്ലോ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ. അത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ചൊല്ലാൻ പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത് പഠിച്ചു വെക്കണം. അറിയാവുന്ന എത്രയോ ആളുകൾ ഉണ്ടാകുന്നത് മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിക്കണേ, പഠിച്ചവരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മ പുതുക്കാനും പറയുന്നു. വിഷമം വരുമ്പോൾ അതേ 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ആദർശത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ദിക്റാണ് അവിടുന്ന് പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞില്ലേ, വിഷമമുണ്ടായി കഴിഞ്ഞാൽ പറഞ്ഞോ അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ, അല്ലാഹ് എന്ന് വിളിച്ചോ. എന്റെ റബ്ബ് അല്ലാഹയാണ്, ഞാൻ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക വഅൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക വസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആന റബിയ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറയുന്നു, മനുഷ്യ നിനക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ നീ അല്ലാഹുവിനെ വിളിച്ചോ, റബ്ബിന്റെ ഗുണഗണങ്ങൾ നീ ധാരാളം പറഞ്ഞോ. എന്നിട്ട് നീ അങ്ങനത്തെ അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവേ ഈ ഖുർആനിന്റെ ഹൃദയത്തിന് കുളിര് പകരണം, ഈ ഖുർആനിന്റെ ഹൃദയത്തിലെ ദുഃഖത്തെ നീക്കിക്കളയണം, ഈ ഖുർആനിന്റെ ഹൃദയത്തിന് വെളിച്ചമാകണേ, എന്റെ ഹമ്മുകളും എന്റെ മനക്ലേശങ്ങളും നീക്കിത്തരേണമേ. അല്ലാഹുവിനോടുള്ള തേട്ടമല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതൊക്കെ മറന്നു ജനത.
അതിൽ നിന്നൊക്കെ ജനങ്ങൾ വിട്ടിട്ട് വിഷമവും പ്രയാസമൊക്കെ വരുമ്പോ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. എത്ര മഹത്തരമായ ആശയമാണ്! എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഖയ്യൂമായ റബ്ബേ, നീയല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല. എന്റെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും റബ്ബേ ഞാനിതാ നിന്നോട് പറയുന്നു, നിന്നോട് സഹായം തേടുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കണേ. റബ്ബിനോട് തേടാൻ പഠിപ്പിച്ചു. ഈ ആദർശത്തിലേക്ക് മടങ്ങാൻ വേണ്ടി ഇസ്ലാഹി പ്രസ്ഥാനം അതാ ആദ്യകാലങ്ങളിൽ ജനങ്ങളോട് ഉത്ബോധനം തകൃതിയായി നടത്തിയപ്പോഴും ജനതയോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ അതേ മഹാന്മാരെ വിളിച്ചോ. ഏത് സമയത്ത് വിളിച്ചാലും വിളിപ്പുറത്ത് അവർ ഉത്തരത്തിന് എത്തുന്നതാണ്. ഈ ഒരു സമൂഹത്തെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം വിശുദ്ധമായ പരിശുദ്ധമായ ഖുർആൻ ഊതിക്കൊടുത്തുകൊണ്ട് ഒരുപാട് ആളുകളിൽ മാറ്റമുണ്ടാക്കി. അപ്പോഴും ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഓർക്കണം, എവിടെ നിന്നാണ് നമ്മൾ വന്നത് നമ്മൾ മനസ്സിലാക്കണം. ചൊല്ലുന്നത് എന്താണെന്ന് പോലും ചിന്തിക്കാൻ നമ്മുടെ ഉമ്മവങ്ങന്മാർക്ക് കഴിയാതെ പോയി, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കഴിയാതെ പോയി. എന്താണ് താൻ ചൊല്ലിപ്പറയുന്നതിന്റെ അപകടം എന്ന് പോലും. മഹാന്മാരായ സഹാബത്തിനെ കുറിച്ച് ദുഷിച്ചു പറയുന്നതാണ് വലിയ ഭക്തിയോട് പാരായണം ചെയ്തത്. കുപ്പിപ്പാട്ട് എന്നൊരു പാട്ട് പ്രസിദ്ധമായിരുന്നല്ലോ. അതേ നേർച്ചപ്പറമ്പുകളിലും പൂരപ്പറമ്പുകളിലും നിന്ന് നമ്മുടെ പെണ്ണുങ്ങൾ അതൊക്കെ വാങ്ങിക്കൂട്ടി വളരെ ഭക്ത്യാദരപൂർവ്വം വീടുകളിൽ അവർ കൊണ്ടുപോയി പാടി. കുപ്പിപ്പാട്ടിലൊക്കെയുള്ള ആശയം തനിച്ച ശിയാക്കളുണ്ടാക്കിയ ആശയമാണ്. അതേ മഹാന്മാരായ സഹാബാ കിറാമിനെയും സഹാബാ വനിതകളെയുമൊക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും അലി റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ പുകഴ്ത്തുവാൻ വേണ്ടി എന്ന പേരിൽ അവർ മാത്രമാണ് നല്ല പരിശുദ്ധരായ ആളുകൾ, മറ്റുള്ളവരൊക്കെ മോശക്കാരാണെന്ന് വരുത്തി തീർക്കുന്ന ഇതിവൃത്തങ്ങളും കഥകളും കിസ്സകളും കൊണ്ട് നിറഞ്ഞ പാട്ടുകളാണ് പലരും പാടിയത്. നമ്മുടെ നാട്ടിൽ ആളുകൾ പാടിയിരുന്നൊരു കുപ്പിപ്പാട്ടുണ്ട്. ആ കുപ്പിപ്പാട്ടിന്റെ അതിന്റെ തുടക്കത്തിൽ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ പറയാണ്, അതിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചൊരു കാര്യമുണ്ട്. കുപ്പിപ്പാട്ടിനെ പറ്റി ആദ്യം തന്നെ പറയുന്നത് എന്താ? ഇത് അതൃപ്പമായ കുപ്പിപ്പാട്ടാകുന്നു. എന്നിട്ട് പറയുന്നതോ, ഇതിൽ ഇമാം അലിയാരുടെ വാള് ഫാത്തിമ ബീവിയോട് സംസാരിക്കുന്നത് കേട്ട് അകത്ത് ആളുണ്ടെന്ന് സംശയം തോന്നി. കണ്ടോ, ഒരിക്കൽ അലി റളിയല്ലാഹു തആല വീട്ടിൽ കയറി ചെന്നപ്പോ ഫാത്തിമ ബീവിയാണ് വീട്ടിന്റെ അകത്തുള്ളത്, അലിയാരി പുറത്താ. അപ്പണ്ട് വീട്ടിൽ നിന്ന് സംസാരം കേൾക്കുന്നു. അപ്പൊ അലിയാർക്ക് തോന്നി വീട്ടിൽ ആരുണ്ട്, കള്ളപ്പുരുഷനുണ്ട്. വീട്ടിന്റെ അകത്താളുണ്ട്. ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹുവിനെ സംശയിക്കാണ്. ആ സന്ദർഭത്തിൽ അലിയാർക്ക് ആ സംശയം തീർപ്പാൻ വേണ്ടി നബി തങ്ങൾ ബിലാൽ മുഅദ്ദിൻ എന്നവരോടൊരു പെണ്ണ് കെട്ടാൻ കൽപ്പിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പരിശുദ്ധയാണെന്ന് സ്ഥാപിച്ചു കൊടുക്കാൻ പുന്നാര നബി തങ്ങൾ എന്ത് ചെയ്യാണ്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടൊരു പെണ്ണ് കെട്ടാൻ കൽപ്പിച്ചു. അങ്ങനെ ആ പെണ്ണിനൊരു കള്ള മാപ്പിള ഉണ്ടായി. ബിലാൽ റളിയല്ലാഹുവിന്റെ കെട്ടിയ പെണ്ണിന്റെ അടുത്ത് വേറെ ആള് വരാൻ തുടങ്ങി. എന്നിട്ടോ ഈ വിവരം ബിലാൽ റളിയല്ലാഹുവിന് നബിയോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, പെണ്ണുങ്ങളൊക്കെ ചതിയന്മാരാണ്, ചതിയത്തികളാണ്, എന്നെ പറ്റിച്ചിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തൊരു മരുന്ന എന്ത്? ഒരു കുപ്പി കൊടുത്തു എന്നാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു കുപ്പി കൊടുത്തു. ഈ കുപ്പി നീ സുബൈക്ക് പള്ളിയിൽ പോരുമ്പോ നിന്റെ വിരിപ്പിൽ വെച്ചാൽ കള്ളപ്പുരുഷൻ വരുമ്പോ കാര്യങ്ങളൊക്കെ പിന്നെ എന്താ നടക്കുകയെന്ന് പിന്നെ കാണാം. അങ്ങനെ നബി കൊടുത്ത കുപ്പി വിരിപ്പിൽ കൊണ്ടുപോയിട്ട് അലി റളിയല്ലാഹുവിനെ ബിലാൽ റളിയല്ലാഹുവിന് വെക്കുകയാണ് പോലും. സുബഹിക്ക് ബിലാൽ റളിയല്ലാഹുവിന് പള്ളിയിൽ പോയപ്പോ കള്ളപ്പുരുഷൻ വീട്ടിൽ തന്റെ ഭാര്യയുടെ സമീപത്തേക്ക് വന്നു. എന്താപ്പത് വിരിപ്പിലൊരു കുപ്പിയെന്ന് ചോദിച്ചു. കുപ്പിയെന്ന് ചോദിച്ചിട്ട് ഈ കുപ്പി എടുത്തപ്പോ കുപ്പി മൂപ്പരെ ഒട്ടി. കുപ്പി മൂപ്പരുടെ കയ്യമ്മലാണ്ട് ഒട്ടി. അത് കണ്ടിട്ട് ഇയാളത് കുപ്പിമോട്ടിയപ്പോ ഈ പെണ്ണ് വന്നിട്ട് എന്താ നിങ്ങൾ കുപ്പിമോട്ടിക്കണെന്ന് ചോദിച്ചപ്പോ അവളും അതിന്മേലൊട്ടി. വേറെ വന്നവരൊക്കെ കുപ്പിന്മേലൊട്ടി. അവസാനം ഈ കുപ്പി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു തൂണുമ്മൽ കൊണ്ടുപോയിട്ട് അടിച്ച് തൂണും അതിന്മേൽ കെട്ടിപ്പിടിച്ചു. ആകെ കൂടി കുപ്പിന്മേലൊട്ടിയ തൂണും അതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകളും ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാന്റെ റസൂല് അവരോട് പറഞ്ഞു കൊടുത്തു, എന്ത്? ഈ കുപ്പി വേറെ കിടന്നെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ജീവിതത്തിൽ വ്യഭിചരിക്കാത്ത പെണ്ണ് വേണം. വ്യഭിചരിക്കാത്ത പെണ്ണ് ചെന്നിട്ട് ആ കുപ്പിയോട് വേടാൻ പറഞ്ഞാലേ കുപ്പി വിടുകയുള്ളൂ. ചിന്തിച്ചോ മുസ്ലിമേ, നമ്മുടെ ആ നാട്ടിൽ പ്രചാരമുണ്ടായിരുന്ന ഇശാമഗ്രിബിനിടയിൽ പാരായണം ചെയ്തിരുന്ന കുപ്പിപ്പാട്ടിലെ കഥയെക്കുറിച്ച് അത് ചൊല്ലിയിരുന്ന മാപ്പിളമാര് പോലും ചിന്തിച്ചില്ല.
അങ്ങനെയെന്ന് അതേ മദീനയിലുണ്ടായിരുന്ന മുഴുവൻ സഹാബിമാരും സഹാബ പെണ്ണുങ്ങളും ശ്രമിച്ചു, കുപ്പി വേറിടുന്നില്ല പോലും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മുഴുവൻ സഹാബാക്കളെ കുറിച്ചും അതാ വ്യഭിചാരികളായിരുന്നു എന്ന് പറയലല്ലേ ഫലത്തില്ലത്. അവസാനം ആര് എന്നിട്ടും കുപ്പി വേറിടുന്നില്ല. അവസാനമതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ചെന്നിട്ട് കുപ്പിയോട് വേറിടാൻ പറഞ്ഞപ്പോൾ മാത്രമാണ് കുപ്പി വേറിട്ട് പോയത്. അപ്പ അലിയാർക്ക് ബോധ്യായി ഇന്റെ ഭാര്യ ഫാത്തിമ ഒന്നും ചെയ്തിട്ടില്ല. നോക്കണം നിങ്ങൾ, എല്ലാ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ പരിശുദ്ധയാക്കാൻ വേണ്ടി മറ്റുള്ള സഹാബ വനിതകളെ മുഴുവൻ പേരിലും വിചാരാരോപണം ഉന്നയിക്കുന്ന രൂപത്തിലുള്ള ഈ കുപ്പിപ്പാട്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിൽ പാടിയില്ലേ? അതെ, ആ രൂപത്തിൽ ഈ സമൂഹത്തിലേക്ക് കുപ്പിപ്പാട്ട് നിലനിന്നിരുന്നു. അങ്ങനെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മരുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. വന്നോരില്ല രണ്ട് കുപ്പി വീടുത്തുവാൻ വിട്ട് സീനായിന്ന് ഒഴിവായ നാരികൾ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു പോലും, വന്നോരിൽ ആരുണ്ട് കുപ്പി വിടുത്തുവാൻ വിട്ട് സീനയിന്നൊഴിവായ നാരികൾ? അതേ, വ്യഭിചരിക്കാത്ത പെണ്ണുണ്ടോ? വ്യഭിചരിക്കാത്ത പെണ്ണുണ്ടെങ്കിലേ അവർക്കേ അതിന് സാധിക്കുകയുള്ളൂ. കേട്ടവർ ഉത്തീരം ചെയ്യാതെ നിന്നപ്പോൾ ഖാജാനബിന്റെ സഹബാരെ കൂട്ടത്തിൽ പെട്ടേ സഹബിന്റെ വീട് ചൊന്നാള് പകലർവി ഫാത്തിമ കുപ്പി വീടുക്കുമേ. ഫാത്തിമ ചെന്നാ കുപ്പി പോരും എന്ന് പറയുകയാണ്. അങ്ങനെ ഫാത്തിമ ബീവി കുപ്പി വിടുത്താൻ പോകുമ്പോ റസൂലുള്ളാഹിക്കും സംശയമോ? ബാപ്പയോട് പോയിട്ട് അലിയാരോട് പോയിട്ടുമൊക്കെ സമ്മതം ചോദിക്കുമ്പോൾ ധൈര്യം നിനക്കുണ്ടോ പോകുവാൻ ഫാത്തിമ? ഉണ്ടെങ്കിൽ പോയിക്കോ ഉടനെ എൻ ഫാത്തിമ. ധൈര്യമുണ്ടോന്ന് അപ്പോഴും സംശയമാണ്. ഇങ്ങനെ അതേ ആ കുപ്പി വേർപെടുത്താൻ വേണ്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും വ്യഭിചരിച്ചിട്ടില്ലാത്ത ഒരേ ഒരു പെണ്ണ് അന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹാ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അതേ സ്വഹാബത്തിനോട് മുഴുവൻ ദേഷ്യമുള്ള ശിയാക്കളില്ലേ ലോകത്ത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ തെറി പറയുന്ന, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തെറി പറയുന്ന, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തെറി പറയുന്ന അതേ ലോകത്തുള്ള ശിയാക്കൾ, ആ ശിയാക്കളുടെ സന്തതികൾ കൊണ്ടോട്ടിയിൽ വന്നില്ലേ? കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാ തങ്ങൾ എന്ന് പറയുന്ന തങ്ങൾ എന്തേ ഈ കേരളത്തിൽ രണ്ട് കൈക്കാരുണ്ടാകാൻ കാരണം? ഒന്ന് പൊന്നാനി കൈക്കാരും മറ്റൊന്ന് കൊണ്ടോട്ടി കൈക്കാരും ഉണ്ടാകാൻ എന്താ കാരണം? പേർഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കൊണ്ടോട്ടിയിൽ ഇറക്കുമതി ചെയ്യപ്പെട്ട ശിയായിസം ഇവിടെയുള്ള തങ്ങന്മാർക്ക് പോലും ഒരു കാലഘട്ടത്തിൽ രുചിക്കാത്തത് കൊണ്ടാണ് രണ്ട് കൈക്കാരായി കൊണ്ട് മാറിയത്. ഒരു കൂട്ടർ പാടിയില്ലേ, മുഹമ്മദ് ഷാവലിയുള്ള മുരീദന്മാർക്കതാവില്ല. മുഹമ്മദ് സത്തങ്ങള് അള്ളാന്റെ വലിയാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചവരത്തെ മുരീദന്മാർക്കും അദാബ് ഇല്ല, ശിക്ഷയില്ല എന്നങ്ങ് പാടിയപ്പോൾ മറുപക്ഷത്തുള്ള പൊന്നാനി കൈക്കാരും മറുപടി പാടിയില്ലേ, മുഹമ്മദ് ഷാവലി അല്ല മുരീദന്മാർക്കതാവെല്ലാം. മുഹമ്മദ് ഷാവലിയല്ല, അയാളുടെ മുരീദന്മാർക്ക് എല്ലാ ശിക്ഷയുണ്ടാവും അല്ലേ? അന്ന് കുടിക്കാൻ കള്ളുവരെ കൊണ്ടുപോയി കൊടുത്തിട്ട് അതേ ആ തങ്ങന്മാരന്ന് കുടിക്കുമ്പോൾ അന്ന് പറയപ്പെട്ടു, ചരിത്രത്തിൽ കാണാം, കൊണ്ടുപോയി കൊടുക്കുന്നത് കള്ളാണെങ്കിലും അവര് കുടിക്കുമ്പോഴേക്ക് അള്ളാഹു അതിനെ പരിശുദ്ധമായ തേനാക്കി മാറ്റുന്നു. അത്രത്തോളം വലിയ ഫضല് പറയപ്പെട്ടു. അങ്ങനെ കേരളത്തിൽ ശിയായിസം വന്നില്ലേ? ആ രൂപത്തിലുള്ള സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ട പാട്ടാണിത്. ഇതിൽ ശിയായിസത്തിന്റെ പ്രചാരകരല്ലേ ഇത് എഴുതിവിടുന്നത്. ഇത് ഈ സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ എടുത്തുപോയി. ഈ സമൂഹത്തിൽ നിന്ന് അൽഹംദുലില്ലാ എടുത്തുപോയി. അതുപോലെ മറ്റൊരു പാട്ടും നമ്മുടെ വീട്ടിലൊക്കെ പാരായണം ചെയ്യപ്പെട്ടു. പക്ഷിപ്പാട്ടും പാരായണം ചെയ്തു. അക്ബർ സദഖ എന്ന് പറയുന്ന ഒരു പക്ഷി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട്, എന്റെ മാപ്പിളപ്പക്ഷി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എന്താ കാരണം? സുബഹിക്ക് ഞാനൊരു മുട്ടയിട്ടോ അതേ ദിവസം ളുഹറിന്റെ സമയത്തും
ഞാനൊരു മുട്ടയിട്ടപ്പോൾ എന്റെ പുതിയാപ്പിള പക്ഷി എന്നോട് പറഞ്ഞു, ഇത് കള്ളമുട്ടയാണ്, എന്റേതല്ല എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് ആട്ടിപ്പറഞ്ഞയച്ചിരിക്കുന്നു. എന്റെ പുതിയാപ്പിളയോടൊന്ന് കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെന്ന് നബിതങ്ങളോട് പക്ഷി വന്ന് പറയുന്ന സങ്കടമാണ് പക്ഷിപ്പാട്ടിൽ പറയുന്നത്. അവസാനം നിന്റെ പക്ഷിയെ ഇങ്ങോട്ട് കൊണ്ടുവാ, നിന്റെ ആൺപക്ഷിയെ ഇങ്ങോട്ട് കൊണ്ടുവാ എന്ന് ഈ പെണ്ണിനോട് പറഞ്ഞപ്പോൾ പെണ്ണ് പറയുന്നു, ഞാൻ പോയി വിളിച്ചാ എന്റെ മാപ്പിളപ്പക്ഷി വരൂല, അതുകൊണ്ട് തങ്ങളെ നിങ്ങൾ വിളിക്കാൻ ഏർപ്പാട് ചെയ്യണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പക്ഷിയെ വിളിച്ചു കൊണ്ടുവരാൻ മഹാന്മാരായ സ്വഹാബത്തിന് ഏർപ്പാട് ചെയ്യുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പോയി ക്ഷണിച്ചു, വരാൻ പക്ഷി കൂട്ടാക്കിയില്ല. അതേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയി ക്ഷണിച്ചു, വരാൻ കൂട്ടാക്കിയില്ല. ഏത് നബിയേടോ എന്ത് നബിയേടോ, ഏത് നബി എന്ത് നബിയടോ, നിങ്ങൾ പറയുന്ന നബിയാരാ എന്നൊക്കെ പറഞ്ഞ് ചീത്തയും പറഞ്ഞ പക്ഷി ഇങ്ങോട്ട് പറഞ്ഞേച്ചു. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയിട്ട് വിളിച്ചപ്പോഴും ഈ പക്ഷി പുറത്തേക്ക് വരുന്നില്ല. അവസാനം അതാ സിയായിസത്തിന്റെ കൈക്രിയ കണ്ടു. അലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പോയിട്ട് അതേ പക്ഷിയെ വിളിച്ചപ്പോൾ, എനിക്ക് നിങ്ങളെ അറിയാം, അല്ലാഹുവിന്റെ റസൂലിനെ അറിയാത്ത അക്ബർ സദക്ക, ഈ പക്ഷിക്ക് അരിയാരെ അറിയാം. അങ്ങനെ അരിയാര് വിളിച്ചപ്പോൾ വരുന്ന ചരിത്രമാണ് പക്ഷിപ്പാട്ടിലുള്ളത്. ഇങ്ങനെ പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടും കപ്പപ്പാട്ടും നൂൽമതവും ഇങ്ങനെ ഒട്ടേറെ പാട്ടുകളുടെ കേന്ദ്രങ്ങളായി മാറിയിരുന്ന ഒരു സമൂഹം, പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് അറിയാതിരുന്ന സമൂഹം, കേവലം മരിച്ചയിടത്ത് മാത്രം ഓതപ്പെട്ടിരുന്ന ഖുർആൻ, അതുപോലെ തന്നെ ഈ ഖബറുകൾ മാത്രം ഓതപ്പെട്ടിരുന്ന ഖുർആൻ, അത് പഠിക്കണേ ജനങ്ങളെ. ജീവിതത്തിന്റെ നേറുന്ന ഒരുപാട് പ്രതിസന്ധികൾക്ക് പരിഹാരം അതാണെന്ന് പറഞ്ഞ് ഈ സമൂഹത്തെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മാറ്റങ്ങളുണ്ടായി. ചടിച്ചു നിന്നിരുന്ന പുരോഹിതന്മാർക്കിടയിൽ പോലും രണ്ട് കക്ഷികളായി പിരിഞ്ഞു. ഒരു കൂട്ടർക്ക് തോന്നി ഖുർആനിന്റെ പരിഭാഷ വേണമെന്ന്, പരിഭാഷ ഹറാമാണെന്ന് പറഞ്ഞിരുന്ന കക്ഷികൾ തന്നെ രണ്ട് ചേരിയായി. ഒരു കൂട്ടർ പരിഭാഷ വേണമെന്ന് പറഞ്ഞു, ഒരു കൂട്ടർ പരിഭാഷ ഹറാമാണെന്ന് പറഞ്ഞ് പുസ്തകമിറക്കി. പക്ഷേ പരിഭാഷ വേണമെന്നും പഠിക്കണമെന്നും തോന്നിയ കക്ഷികളെ കൊണ്ടും ഒരു വേള സമൂഹത്തിന് നാശം തന്നെയാണ് ഉണ്ടായത്. കാരണം ഇതുവരെ ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞ ആളുകൾ ഖുർആൻ സ്റ്റഡി സെന്ററുകൾ ഉണ്ടാക്കി, സ്റ്റഡി സെന്ററുകൾക്ക് ഡയറക്ടർമാരുണ്ടായി. അങ്ങനെ അവർ ജനങ്ങളുടെ മുമ്പിൽ ഖുർആൻ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ അതേ ഖുർആൻ എങ്ങനെയാണ് മനസ്സിലാക്കപ്പെടേണ്ടതെങ്കിൽ ആ രീതിയിൽ നിന്ന് മാറിക്കൊണ്ടാണ് അവർ ജനങ്ങൾക്ക് ഖുർആനിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തത്. അവിടെയുണ്ടായി അപകടം. ഖുർആനിന്റെ അർത്ഥം അങ്ങനെ തോന്നിയതുപോലെ പറയാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു ഡിക്ഷണറി വെച്ച് അർത്ഥം പറഞ്ഞാൽ മനസ്സിലാവൂല. മറിച്ച് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കേണ്ടത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്വഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയതെങ്കിൽ സലഫുസ് സാലിഹീങ്ങൾ എന്ന് പറയുന്ന സച്ചരിതരായ മുൻഗാമികൾ എങ്ങനെയാണോ ഈ വിശുദ്ധമായ ഗ്രന്ഥം പഠിച്ചു മനസ്സിലാക്കിയതെങ്കിൽ അതേപോലെ തന്നെ പഠിക്കണം. അതല്ലെങ്കിൽ ഈ നാട്ടിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആരാണിവിടെ ഖുർആൻ ഓതാത്തത്, ആരാ ഹദീസ് ഓതാത്തത്? എല്ലാ കക്ഷികളുടെയും സ്റ്റേജുകളിൽ നിന്ന് ഖുർആനാ തെളിവോതുന്നത്, ഹദീസാണ് തെളിവോതുന്നത്. ഇതുകൊണ്ട് കാര്യമായോ ഇല്ല. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അവരവർക്ക് തോന്നിയ അർത്ഥം പറഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളെ സ്വീകരിക്കാതെ അവനവന്റെ തന്നിഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ഖുർആൻ യുക്തിക്കൊപ്പിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതേ അതിനേക്കാൾ വലിയ അപകടം വേറെ എന്തുണ്ട്? അങ്ങനെ ഒരുപാട് യുക്തിവാദികൾ കേരളത്തിലുണ്ടായി. പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എഴുതിയ കേരളത്തിൽ തന്നെ ജീവിച്ചു മരിച്ചുപോയ CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകൾ, അബുൽ അല മൗദൂദിയെ പോലെയുള്ള ആളുകളൊക്കെ പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനം അവർ എഴുതി. പക്ഷേ എഴുതപ്പെട്ടു നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്ത പലതും അവർ മാറ്റിമറിച്ചു. അർത്ഥങ്ങൾക്ക് അവർ വ്യത്യാസം വരുത്തി. അവർ യഥാ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മുഅ്ജിസത്തുകളെ പലതിനെയും അവർ മാറ്റിമറിച്ചു. മാത്രമല്ല പരിഭാഷ ഹറാമാണെന്ന് പറഞ്ഞിരുന്ന കക്ഷികളും പരിഭാഷാ രംഗത്തേക്ക് വന്നപ്പോൾ പരിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി അവതീർണമായോ ആ ആശയത്തിന് ഘടകവിരുദ്ധമായ അർത്ഥവും ആശയവും നൽകിക്കൊണ്ട് ഖുർആനിനോടവർ ദ്രോഹം ചെയ്തു. യഹൂദി നസാറാക്കൾക്ക് സംഭവിച്ചതായിരുന്നു. വേദഗ്രന്ഥം ഓതിയിട്ട് അതിൽ ആശയഭേദം വരുത്തിയ യഹൂദികൾ
ഇതുപോലെ ഈ സമൂഹത്തിലുമുണ്ടായി. ഖുർആൻ ഓതിയിട്ടതാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നിടത്ത് അർത്ഥത്തിൽ മാറ്റം വരുത്തിയിട്ട് മാത്രം എന്നതങ്ങ് ഒഴിവാക്കിക്കൊണ്ട് പരിഭാഷകൾ ചിലരൊക്കെ ഇറക്കി. നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു, മാത്രം എന്ന അർത്ഥം അവിടെ ഇല്ല എന്നും അത് വെറുതെ സങ്കല്പിച്ചുണ്ടാക്കിയ അർത്ഥമാണെന്ന് പോലും പരിശുദ്ധ ഖുർആനിന് അർത്ഥമെഴുതിയ, പരിഭാഷ എഴുതിയ പണ്ഡിതന്മാരെന്ന് പറയുന്ന ചില ആളുകൾ അങ്ങനെ ചെയ്തു. മാത്രമല്ല അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ എന്റെ അടിമകളോട് ഏറ്റവും അടുത്തവനാണ്, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം കൊടുക്കും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, എന്നെക്കുറിച്ച് എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം എന്ത്? ഞാൻ അവരുടെ സമീപസ്ഥനാണ്, ഞാൻ അവരോട് വളരെ അടുത്തവനാണ്, ഞാൻ അവരോട് അകന്നവനല്ല എന്ന് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത സൂറത്തുൽ ബഖറയിലെ ആയത്ത് പോലും, ആ ആയത്തിന് പോലും പരിഭാഷാ വിരോധികൾ പരിഭാഷാ രംഗത്തേക്ക് കടന്നു വന്നപ്പോഴുള്ള അപകടത്തിന്റെ ഉദാഹരണമാണ് ഞാൻ എന്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കുന്നത്. പരിഭാഷ പാടില്ലെന്ന് പറഞ്ഞിടത്തവര് നിന്നിരുന്നെങ്കിൽ ഇത്ര അപകടമില്ലായിരുന്നു. എന്നാ പരിഭാഷ വേണം എന്നായപ്പോൾ ഖുർആനിന്റെ ആയത്തുകൾക്ക് നേരെ വിപരീത അർത്ഥം വെക്കുന്ന സ്ഥിതിയായി. നിങ്ങൾ കേട്ടില്ലേ ഈ ആയത്തിൽ അല്ലാഹ് ജനങ്ങളോടുള്ള അടുപ്പം, റബ്ബിനോട് നേരിട്ട് ചോദിക്കാനുള്ള ആഹ്വാനമാണ് പറയുന്നതെങ്കിൽ ഇതേ ആയത്തോതിക്കൊണ്ട് ചിലര് ഖുർആൻ പരിഭാഷയിൽ അർത്ഥം കൊടുത്തതെന്താ? വളരെ വേദനിപ്പിക്കുന്ന സംഭവമാണത്. അവരെന്താ അർത്ഥം കൊടുത്തത്? ഓ നബിയേ, എന്നെക്കുറിച്ച് എന്റെ അടിമകൾ നിന്നോട് വന്നു ചോദിച്ചാൽ അതിന്മലങ്ങ് പിടിച്ചു. കണ്ടോ, അല്ലാഹ് ഒരാളോട് അടുപ്പം നേടണമെങ്കിൽ, പടച്ച റബ്ബ് അവന്റെ അടിമയോട് അടുക്കണമെങ്കിൽ അല്ലാഹ് പറയുന്ന കണ്ടീഷൻ ഇദാ സഅലക, നിന്നോട് ചോദിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ സഹോദരാ സഹോദരി? നിങ്ങൾക്കിതിന്റെ അപകടം തിരിയുന്നുണ്ടോ? അല്ലാഹ് പറഞ്ഞ ആശയത്തിന് ഘടകവിരുദ്ധമായ ആശയം കൊടുത്തു. അതേ ഫഇന്നി ഖരീബ്, ഞാൻ എന്റെ അടിമയോട് ഏറ്റവും സമീപസ്ഥനാണ്. എപ്പോഴേ സമീപസ്ഥനാവൂ? എന്റെ അടിമ ആദ്യം നിന്നോട് വന്ന് ചോദിക്കണം. അപ്പൊ ആദ്യം നമ്മുടെ പ്രശ്നങ്ങൾ ആരോട് പറയണം? മഹാനായ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആദ്യം ചോദിച്ചാൽ മാത്രമേ, അവരോട് മാത്രമേ ഞാൻ അടുക്കുകയുള്ളൂ. എന്നോട് നേരിട്ട് ചോദിക്കുന്നവരോടല്ല, ആദ്യം നിന്നോട് വന്ന് ചോദിക്കുന്നവർക്കാണ് ഞാൻ സമീപസ്ഥനായിട്ടുള്ളത്, അല്ലാത്തവർക്ക് ഞാൻ സമീപസ്ഥനല്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതിനേക്കാൾ വലിയ മുസീബത്ത് എന്താ സഹോദരായിനി വരേണ്ടത്? പടച്ച റബ്ബിലേക്ക് അടുക്കാനതാ അല്ലാഹുവിന്റെ റസൂലിനോട് ആദ്യം പോയി പറയാത്തവൻ ശരിയായ മുസ്ലിമല്ല എന്ന്. മുനാഫിഖീങ്ങളാണ് അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനോട് ആദ്യം പറയാതെ നേരിട്ട് പറയുന്നവര് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടല്ലാതെ നമുക്ക് പറയാൻ അവകാശമില്ലെന്നും അർഹതയില്ലെന്നും അല്ലാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ അർഹതയുള്ള ഒരേ ഒരു വ്യക്തിത്വം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണെന്നും നമ്മളെന്തും ചോദിക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണെന്നും വരെ ഈ കൊച്ചു മലയാളക്കരയിലതാ മലയാളത്തിൽ മാസികകളിലൂടെ എഴുതിവിട്ട കേരളമാണ്. ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ നിന്ന് ജനങ്ങൾ എത്രത്തോളം അകന്നു, ആ ജനങ്ങളെ എത്രത്തോളം അകറ്റി. ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് പടച്ച റബ്ബിന് ഉദ്ദേശിച്ചിട്ടുള്ള ആശയങ്ങളുടെ കടക്കൽ കത്തിവെച്ച് മുറിച്ച് മാറ്റിക്കൊണ്ട് ചെറുക്കും അതുപോലെ തന്നെ ബിദ്അത്തുകളും പ്രചരിപ്പിക്കാൻ വേണ്ടി സമൂഹം തയ്യാറാകുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും എന്നും പറയുന്നു, വരൂ ജനങ്ങളെ,
വിശുദ്ധമായ ഗ്രന്ഥം ഓതൂ, അത് പാരായണം ചെയ്യൂ, അത് മനഃപ്പാഠമാക്കൂ, അത് പഠിക്കൂ, അതിന്റെ ആശയം പകർത്തൂ. എങ്ങനെ വേണം സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണേ. സഹാബിമാരാരും ഈ രൂപത്തിൽ ഖുർആനിനെ വക്രീകരിച്ചിട്ടില്ല. അവരാരും അതിന് ദുഷിച്ചാർത്ഥങ്ങൾ കൽപ്പിച്ചിട്ടില്ല. പരിശുദ്ധമായ ഗ്രന്ഥത്തിന് അവരാരും ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടില്ല. ഈ ഒരവസ്ഥ, ഈ ഒരു ദുരന്തം ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ഇതിൽ നിന്ന് ജനങ്ങളെ മാറ്റിമറിക്കാൻ വേണ്ടി ജനങ്ങളോട് ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞു, ഖുർആൻ നിങ്ങൾ പഠിക്കുന്നതോടുകൂടി തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളും പഠിക്കണം. കാരണം ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരാനുള്ള നമ്മുടെ നേതാവാണ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് അദ്ദേഹത്തെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം. അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു കൊടുത്തിട്ടുള്ള ആയത്തുകളുടെ വ്യാഖ്യാനം എന്താണെന്ന് നബിയെ താങ്കൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ് ഇത് താങ്കൾക്ക് അവതീർണമാക്കി തന്നിട്ടുള്ളത്. നബിതങ്ങൾ സ്വന്തം ബുദ്ധിയിൽ നിന്ന് വ്യാഖ്യാനിക്കുന്നതല്ല. എങ്ങനെയാണോ വ്യാഖ്യാനിക്കേണ്ടതെങ്കിൽ വമായം അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹു വഹി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് റസൂലുള്ള തന്നിഷ്ടം ഒരിക്കലും പറയാതെ അല്ലാഹു പഠിപ്പിച്ചയിടത്ത് നിന്നുകൊണ്ട് അത് കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിലങ്ങ് എത്തിച്ചു കൊടുത്തു. മുഴുവനും എത്തിച്ചു കൊടുത്തു. ഒന്നും അവിടുന്ന് വിട്ടുപോയിട്ടില്ല. 1.4 ലക്ഷത്തോളം വരുന്ന സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജിൽ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഓ ജനങ്ങളെ, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് മുഴുവനും എത്തിച്ചു തന്നില്ലയോ? ഞാൻ നിങ്ങൾക്ക് മുഴുവനും എത്തിച്ചു തന്നില്ലയോ? കേട്ട സദസ്സൊന്നടങ്കം വിളിച്ചു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ് ബല്ലഗ്തൽ അമാന. അതേ, ബല്ലഗ്തൽ റിസാല വഅദ്ദൈതൽ അമാന. ഏൽപ്പിക്കപ്പെട്ടത് മുഴുവനും അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് കൈവിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. അല്ലാഹുവേ, ഞാൻ എത്തിച്ചു കൊടുത്തു എന്നതിന് നീ സാക്ഷി, നീ സാക്ഷി, നീ സാക്ഷി. അങ്ങനെ ഈ ലോകത്ത് മുഴുവൻ എത്തിച്ചു കൊടുത്തുകൊണ്ടുപോയ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ലോകത്തിന് പകർന്നു തന്ന ഇസ്ലാമിന്റെ വിശുദ്ധമായ ആശയം അത് പരിശുദ്ധ ഖുർആനാണ്. അവിടുന്ന് അതിന് നൽകിയ വ്യാഖ്യാനമാണ്. അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്ന മാതൃകയാണ് മുസ്ലിമേ. അധുനാധുന ഈ കാലഘട്ടത്തിലും നമുക്ക് ഏറ്റവും കരണീയമായത്, കാലം എത്ര പുരോഗമിച്ചാലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു ചര്യക്കും പഴക്കം വരില്ല. പഴക്കം വന്നോ എന്ന് നമുക്ക് തോന്നാനും പാടില്ല. അവിടുന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വിധിയോട് നമുക്കൊരു പുച്ഛം തോന്നരുത്, ഒരു പരിഹാസമുണ്ടാകരുത് കേട്ടോ. ജീവിതത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഏതെങ്കിലും ഒരു സുന്നത്തുകളോട് പരിഹാസം വേണ്ട, മനോവിഷമം വേണ്ട, അതിനെതിരെ തർക്കം വേണ്ട, അതിനെതിരെ യുക്തിവാദം വേണ്ട.